ഹായ് എവ്രി വൺ, എല്ലാവർക്കും സൈലത്തിൻ്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അശ്വിൻ. അപ്പം ഞാൻ ഇംഗ്ലീഷിൽ കിടിലൻ ഒരു ട്രിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, നമ്മുടെ ഡു ഡസിൻ്റെ ഉപയോഗം തന്നെയാണ്. അത് വലിയൊരു വില്ലനാണല്ലേ മലയാളികൾ, എസ്പെഷ്യലി നമ്മൾ മലയാളികളെ സംബന്ധിച്ച്. കാരണം എപ്പോഴും തിരിഞ്ഞു പോകാറുണ്ട്. ഡു വേണ്ടടുത്തൊക്കെ ഡസ്സും, ഡസ് വേണ്ടടുത്തൊക്കെ ഡൂവും. ഇനി ഇത് രണ്ടുമല്ല, ചിലയിടത്ത് കൊണ്ടുപോയിട്ട് ഡിഡൊക്കെ നമ്മൾ ഉപയോഗിച്ച് പോകാറുണ്ട്. അർത്ഥം അറിയാതെ പ്രസന്റ് ടെൻസിൽ തന്നെ നമ്മൾ ഡിഡൊക്കെ കൊണ്ടുപോയി ഉപയോഗിച്ച് പോകാറുമുണ്ട്. ശരിക്കും എങ്ങനെയാണ് ഇത് ട്രിക്ക് ത്രൂ എങ്ങനെയാണ് പഠിക്കാൻ നോക്കാം. നമുക്ക് ലളിതമായിട്ട് വളരെ ലൈറ്റായിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. യെസ്, അപ്പോൾ കൃത്യമായിട്ട് ഉപയോഗം അറിഞ്ഞിരിക്കേണ്ടതുമാണ്. കാരണം ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതുമാണ് കേട്ടോ. ശരി, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡു ആൻഡ് ഡസ് എന്ന് പറയുന്നത് ഡു എന്നുള്ള വേർബിൻ്റെ അല്ലെങ്കിൽ ഓക്സിലറി വേർബിൻ്റെ രണ്ട് ഫോംസ് ആണെന്നുള്ളത് ആദ്യം അറിഞ്ഞിരിക്കുക. ആൻഡ് ഇത് രണ്ടും എവിടെ ഉപയോഗിക്കാന്ന് ചോദിച്ചാൽ, ഏത് ടെൻസിലാണ് ഉപയോഗിക്കാന്ന് ചോദിച്ചാൽ ഏത് ടെൻസിലാ അത് നമ്മൾ അറിഞ്ഞിരിക്കണം മക്കളെ. എവിടെയത്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഏതാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്ന ടെൻസിലാണെന്ത് ഡു ഡസ് നമ്മൾ ഓക്സിലറി വേർബായിട്ട്, ഹെൽപ്പിംഗ് വേർബായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണ്. ഓക്കെ, ഇനി എങ്ങനത്തെ ചോദ്യങ്ങൾ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ എങ്ങനത്തെ മലയാളത്തിലെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡു ഡസ് ഉപയോഗിക്കുന്നത്? പറഞ്ഞു നോക്കിയേ. അതായത് മലയാളത്തിൽ രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട് അല്ലേ? അതായത് ഒന്ന് ഉണ്ടോ എന്നുള്ള ചോദ്യം, മറ്റൊന്ന് ചെയ്യാറുണ്ടോ എന്നുള്ള ചോദ്യം. ഉണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോൾ സിബ്ലിംഗ് ഉണ്ടോ, കാറുണ്ടോ, ബൈക്ക് ഉണ്ടോ, ക്ലാസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അതൊക്കെ പൊസഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ് പൊസഷനുമായി ബന്ധപ്പെട്ട ചോദ്യം? മറ്റൊന്ന് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാറുണ്ടോ, നീ അവനെ കാണാറുണ്ടോ, അവൾ ബുക്ക് വായിക്കാറുണ്ടോ, അല്ലേ, അവർ നിന്നെ കാണാൻ വരാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് എന്ത് തന്നെയാ? ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഉണ്ടോ അല്ലെങ്കിൽ ചെയ്യാറുണ്ടോ എന്നുള്ള രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങൾക്കാണ് ഡു ഓർ ഡസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്. ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമാണ് ആൻഡ് സിമ്പിൾ പ്രസന്റ് ടെൻസുമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഡൂവും ഡസും ഏത് ടെൻസിലാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസിലുമാണ്. ഈ രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങൾക്കുമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ അറിയേണ്ടത് ഡു ആരുടെ കൂടെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഡു ആരുടെ കൂടെയൊക്കെ ഉപയോഗിക്കുക മക്കളെ. പറഞ്ഞു നോക്കിക്കേ. ഡു ദാ, അതിനുള്ള കോഡാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഐ, യു, ദേ ആൻഡ് വി. ആരൊക്കെയാടാ? പേഴ്സണൽ പ്രോനൗൺ ആയിട്ടുള്ള ഐ, യു, ദേ, വി കേട്ടോ. പേഴ്സണൽ പ്രോനൗൺ ആയിട്ടുള്ള ഐ, യു, ദേ, വി ഇവരുടെ കൂടെയാണ് എന്ത് ഉപയോഗിക്കുക? ഡു ഉപയോഗിക്കുന്നത്. ഇത് കൂടാതെ ആൻഡ് പ്ലൂരൽ ആയിട്ടുള്ള നൗൺസിൻ്റെ കൂടെയും പ്ലൂരൽ ആയിട്ടുള്ള നൗൺസിൻ്റെ കൂടെ എന്ത് ഉപയോഗിക്കും? നമ്മൾ ഡു എന്നുള്ള ഓക്സിലറി വെർബ് ഉപയോഗിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഐ, യു, ദേവി കൂട്ടി വായിക്കുമ്പോൾ അയ്യോ ദേവി അല്ലേ, നമ്മൾ തമ്പിൽ കാണുന്ന അതേ കോഡാണ് അത് അല്ലേ, അയ്യോ ദേവി എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോഡ്. ആ കോഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്? ഐ, യു, ദേവി എന്നുള്ള പേഴ്സണൽ പ്രൊനൗൺസ് കൂട്ടി വായിക്കുമ്പോഴുള്ള കോഡ് അത്. യെസ്, അപ്പോൾ ഈ പേഴ്സണൽ പ്രൊനൗൺസിൽ ഏതെങ്കിലും ഒന്നാണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ആൻഡ് ചോദ്യം ഈസ് റിലേറ്റഡ് ടു വാട്ട്? ഉണ്ടോ അല്ലെങ്കിൽ ചെയ്യാറുണ്ടോ എന്നാണ്. എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊസഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടോ, കാറുണ്ടോ, ബൈക്കുണ്ടോ, ഏട്ടനുണ്ടോ, അനിയത്തി ഉണ്ടോ എന്നൊക്കെ അങ്ങനത്തെ ചോദ്യമാണെങ്കിലും അല്ലേ എന്താ ഉപയോഗിക്കേണ്ടത്? ഡു ആണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇത് കൂടാതെ കുറച്ചുകൂടെ വേറെയും പ്രോനൗൺസ് ഇല്ലേ? സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന വേറെയും പേഴ്സണൽ പ്രോനൗൺസ് ഉണ്ട്. അതാരൊക്കെയാ? ഹി, ഷീ, ദെൻ ഇറ്റ്. ഉറപ്പല്ലേ? ഹീയും ഷീയും ഇറ്റും ഉണ്ട്. ആ ഹി, ഷീ, ഇറ്റ് അതിൻ്റെ കൂടെ എന്താ വേണ്ടത്? നമുക്ക് എന്താ വേണ്ടത്? ഡസ് ആണ് വേണ്ടത്. അപ്പൊ ഡു ഐ, യു, ദേവിന്റെ കൂടെ അയ്യോ ദേവി ഇടൂ, അയ്യോ ദേവി ഇടൂ, അയ്യോ ദേവി ഇടൂ. പറഞ്ഞു നോക്കിക്കേ. അയ്യോ ദേവി ഇടൂ, അയ്യോ ദേവി ഇടൂ, അയ്യോ ദേവി ഇടൂ അല്ലേ. അതായത് സ്പീഡിൽ പറഞ്ഞ് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. ദെൻ അല്ലാത്തവരുടെ കൂടെയോ ഹി, ഷീറ്റിന്റെ കൂടെ ഡസ്, ഹി, ഷീ, ഡസ്, ഹി, ഷീ, ഡസ്. ഇപ്പൊ തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കുക, പഠിച്ചു വെക്കുക കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പോകുന്നത്, ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും കൊടുക്കും. അപ്പം നമ്മൾ ഡു ഡസ് വെച്ചിട്ട് ചോദ്യം ഉണ്ടാക്കാൻ പോവുകയാണ്. ആ ചോദ്യത്തിന് പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ഉത്തരവും ഉണ്ടാവും. നോക്കാം, നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായിട്ട് നോക്കാം. നമുക്ക് ഡു വെച്ചിട്ടാണ് ആദ്യത്തെ ചോദ്യം. ഡു പറഞ്ഞ ആരുടെ കൂടെയൊക്കെയാണ്? ഐ, യു, ദേ, വി കേട്ടോ. ഒന്നുകൂടെ ഞാൻ എഴുതിണ്ടേ. യെസ്, ഇവരെ പറ്റിയിട്ട് നമ്മൾ ചോദ്യം ഉണ്ടാക്കാൻ പോവുക. ഉണ്ടോ അല്ലെങ്കിൽ ചെയ്യാറുണ്ടോ, പൊസഷനും ആക്ടിവിറ്റി അല്ലെങ്കിൽ റെഗുലർ ആക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചോദിക്കാൻ പോവുകയാണ്. എങ്ങനെ ചോദിക്കാൻ നോക്കാം. ഡു യു ഹാവ് എനി ക്ലാസ് ടുഡേ? നിനക്ക് ഇന്ന് എന്തെങ്കിലും ക്ലാസ് ഉണ്ടോ എന്നുള്ളതാണ്. ഇത് ചോദ്യമല്ലേ.
ഇതിനെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുക. അത് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, ചോദ്യം ആണ് എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ചോദ്യത്തിന്റെ ഫോർമാറ്റ് എന്ന് മനസ്സിലായി. ഇനി ഇതിനൊരു ഉത്തരം സെന്റൻസിന്റെ മാതൃകയിൽ എങ്ങനെയാ, അതെങ്ങനെ ഉണ്ടാക്കുക? സെന്റൻസിന്റെ മാതൃകയിൽ ഒരു ഉത്തരം വേണം. യെസ് ഓർ നോ എന്ന് മാത്രം പോരാ, ഒരു സെന്റൻസ് ആയിട്ട് തന്നെ ഉത്തരം കൊടുത്ത് എങ്ങനെയത്? യു എന്നുള്ളത് ഐ ആവുന്നു അല്ലേ, സബ്ജക്റ്റ് ഐ, പിന്നെ ഐന്റെ കൂടെ ഹാവ് എ ക്ലാസ് ടുഡേ, എനിക്കിന്നൊരു ക്ലാസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഐ ഹാവ് എ ക്ലാസ് ടുഡേ, ഐ ഹാവ് എ ക്ലാസ് ടുഡേ. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഡു വെച്ചിട്ട് ഡു വെച്ചിട്ടുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം പോസിറ്റീവ് ആണെങ്കിൽ അവിടെ സബ്ജക്റ്റിൻ്റെ കൂടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് വരിക. ഇവിടെ ഉപയോഗിക്കുന്ന വേർബ് ഏതാ? ഹാവ് എന്നുള്ള പൊസഷനുമായി ബന്ധപ്പെട്ട വേർബാണ് ഇവിടെ ഹാവ് എന്നുള്ള വേർബ്. അതിൻ്റെ ഫസ്റ്റ് ഫോം ഹാവ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം നോക്കിക്കോ. അതിൻ്റെ മുമ്പേ ഇതിൻ്റെ നെഗറ്റീവ് ഫോം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കാം. അപ്പോൾ നോക്കിക്കോ, ഇനിയിപ്പോൾ അതായത് ഡു വെച്ചിട്ടുള്ള പോസിറ്റീവായി, ഇനി നെഗറ്റീവും കൂടി എഴുതുമ്പോൾ ഒന്നുകൂടെ ഒരു വ്യക്തത വരും നിങ്ങൾക്ക്. നെഗറ്റീവ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ആ ഓക്സിലറി, ചോദ്യത്തിലുള്ള ആ ഓക്സിലറി ഇല്ലേ, അത് നമ്മൾ പുറത്തെടുക്കുന്നു. പ്ലസ് അതിൻ്റെ നെഗറ്റീവ് ഫോം, ഡൂവിൻ്റെ നെഗറ്റീവ് ഫോം എന്താ? ഡോണ്ട് എന്നുള്ളതല്ലേ. ഐ ഡോണ്ട് ഹാവ് എനി ക്ലാസ് ടുഡേ. ഐ ഡോണ്ട് ഹാവ് എനി ക്ലാസ് ടുഡേ, ഇന്ന് എനിക്കൊരു ക്ലാസ്സും ഇല്ല എന്നുള്ളതാണ്. ശരി, ഇപ്പം എന്തായി? പോസിറ്റീവായി നെഗറ്റീവായി. ഇനി നമുക്ക് ഇത് പൊസഷനുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ, റെഗുലർ ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല ഇവിടുത്തെ ചോദ്യം എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ റെഗുലർ ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണേ. ഒരു ചോദ്യം കൂടി തരുന്നുണ്ട് ഞാൻ. ഡു ദേ മീറ്റ് യു? അവർ നിന്നെ കാണാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? അവർ നിന്നെ കാണാറുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഡു ദേ മീറ്റ് യു? ഇതിൻ്റെ ഉത്തരം പോസിറ്റീവാണ്. എന്ത് ചെയ്യണം? സബ്ജക്റ്റിലൂടെ വേർബിൻ്റെ ഫസ്റ്റ് ഫോം. ഇവിടുത്തെ ഇത് ഓക്സിലറി വെർബ് അല്ലേടാ. മെയിൻ വെർബ് ഏതാ? ഇതാണ് മെയിൻ വെർബ്. ഇയാൾ ആരാ? സബ്ജക്റ്റുമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സെൻറ്റൻസിന് ആദ്യം എന്താ വരേണ്ടത്? സബ്ജക്റ്റ് ആദ്യം വരണം. ദേ ആണ് സബ്ജക്റ്റ്. ഇനി ഉപയോഗിക്കുന്നത് ഡു വെച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം പോസിറ്റീവാണ്. എന്താ ചെയ്യേണ്ടത്? വേർബിന്റെ ഫസ്റ്റ് ഫോം ദേ മീറ്റ് തന്നെ. മെറ്റെന്നാവോ? ഇല്ല. മീറ്റ്സ് എന്നാവോ? അതും ഇല്ല. ഫസ്റ്റ് ഫോം തന്നെ, ബേസ് ഫോം തന്നെ, അല്ലെങ്കിൽ V1 ഫോം എന്ന് പറയുന്ന ഫോം തന്നെ. ദേ മീറ്റ്, ഡു ദേ മീറ്റ് യു? ദേ മീറ്റ് മീ ആവും അല്ലേ. ദേ മീറ്റ് മീ, ദേ മീറ്റ് മീ മതി. ദേ മീറ്റ് മീ. ഇനിയിപ്പോൾ റെഗുലർലി എന്നിട്ടുണ്ടെങ്കിൽ റെഗുലർലി എന്ന് വേണമെങ്കിൽ ലാസ്റ്റ് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ദേ മീറ്റ് മീ റെഗുലർലി എന്ന് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്തത് നെഗറ്റീവ് ആണെങ്കിലോ? ദേ ഡോണ്ട് മീറ്റ് മീ. സെറ്റാണ്. ദേ ഡോണ്ട് മീറ്റ് മീ. നെഗറ്റീവ് ആകുമ്പോൾ എന്താ ചെയ്തത്? ആ ചോദ്യത്തിലുള്ള ഓക്സിലറി വെർബിനെ പുറത്തെടുക്കുന്നു, അതിൻ്റെ കൂടെ നോട്ട് ഇട്ട് കൊടുക്കുന്നു. ആ നോട്ട് ഇട്ട് കൊടുത്ത സംഭവം സെറ്റ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? വേർബിൻ്റെ ഫസ്റ്റ് ഫോം. ഓക്കെ, വേറൊരു റൂൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ എഴുതാൻ പോവാണ്. ആ റൂൾ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളാണേ. അതായത് ഓക്സിലറി വെർബുകളായിട്ടുള്ള ഡു, ഡസ്, ഡിഡ് കഴിഞ്ഞാൽ വേർബിൻ്റെ ഫസ്റ്റ് ഫോം മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്. ഓക്സിലറി വെർബുകളായിട്ടുള്ള ഡു, ഡസ്, ഡിഡ്. ഏതൊക്കെ? ഡു, ഡസ്, ഡിഡ്. ഇത് ഏത് ആണെങ്കിലും വന്നോട്ടെ, ഇതിൽ ഏതാണെങ്കിലും അത് കഴിഞ്ഞിട്ടൊരു മെയിൻ വെർബ് വരുന്നുണ്ടെങ്കിൽ ആ മെയിൻ വെർബിൻ്റെ ഫസ്റ്റ് ഫോം, ബേസ് ഫോമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് ഇവിടുത്തെ പോയിന്റ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഡോണ്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്? മീറ്റ് എന്ന് തന്നെ എഴുതിയിട്ടുള്ളത്. ഡിഡ് കഴിഞ്ഞാലും ഇനിയിപ്പോൾ കണ്ടില്ല, അവർ കണ്ടില്ല എന്നെ, ദേ ഡിഡിൻറ്റ് മെറ്റ് മീ അല്ല, ദേ ഡിഡിൻറ്റ് മീറ്റ് മീ എന്നേ പറയുള്ളൂ. ഡിഡ് കഴിഞ്ഞാലും ഫസ്റ്റ് ഫോമേ വരുള്ളൂ. നമ്മൾ ഡിഡിൻ്റെ ഉപയോഗം പറയൂ കേട്ടോ. ശരി, അപ്പോൾ ഡൂവിൻ്റെ ഒരു യൂസ് ഇവിടെ മനസ്സിലായോ നിങ്ങൾക്ക്? ഡു ക്ലിയർ അല്ലേ? അതായത് ഡു, ഐ, യു, ധേ, വി, ഇവർ ഈ ഒരു പ്രൊനൗൺസ്, ഇതിലേതെങ്കിലും ഒരു പ്രൊനൗണ് സബ്ജക്റ്റ് ആണെങ്കിൽ അവരെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ അല്ലെങ്കിൽ ചെയ്യാറുണ്ടോ എന്നാണ് ചോദ്യമെങ്കിലാണ് ഡു ഉപയോഗിക്കുക. ക്ലിയർ ആണ്. ഡു വെച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം പോസിറ്റീവ് ആണെങ്കിൽ വേർബിൻ്റെ ഫസ്റ്റ് ഫോം വരും എന്നുള്ളതും ക്ലിയർ ആണ്. നെഗറ്റീവ് ആണെങ്കിലോ ആ ഡൂവിനെ
ഇറക്കി എഴുതുന്നു. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ആ ഒരു ഡൂവിനെ ഇറക്കി എഴുതുന്നു, പ്ലസ് നോട്ട് ഇട്ട് കൊടുക്കുന്നു, ശേഷം വേർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെ. ക്ലിയർ ആണ്? ഒരു കൺഫ്യൂഷൻ ഇല്ല. മുമ്പോട്ട് പോവാണേ. ഇനി നമ്മൾ ആരെയാണ് പഠിക്കേണ്ടത്? ഇനി നമ്മൾ പഠിക്കേണ്ടത് അറിയാ, ഡസ്സിനെയാണ്. ഡസ് ആരുടെ കൂടെയൊക്കെയാ? ഹി, ഷീ, ഇറ്റ്. ഡു അയ്യോ ദേവീൻ്റെ കൂടെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഡസ് ആരുടെ കൂടെയാടാ? ആ ഹി, ഷീ, ഇറ്റിൻ്റെ കൂടെയാണ് ഡസ് വരിക. യെസ്, ചോദിച്ചേ. അവൻ ഇന്ന് എന്തെങ്കിലും ക്ലാസ് ഉണ്ടോ എന്നായിക്കോട്ടെ ചോദ്യം. ഡസ് അല്ലേ വരേണ്ടത് അവിടെ? ഡസ്, ഹി, കണ്ടോ? ഹാവ് ആ വരേണ്ടത്, ഹാസ് അല്ല. കാരണം എന്താ? ഡു, ഡസ്, ഡിഡ് കഴിഞ്ഞിട്ട് വേർബിന്റെ ഫസ്റ്റ് ഫോമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇവിടെ വരുന്ന വേർബാണിത്. ഡു, ഡസ്, ഹി, ഡു, ഡസ്, ഡിഡ് കഴിഞ്ഞാൽ വേർബിന്റെ ഫസ്റ്റ് ഫോം. ഡു, ഡസ്, ഡിഡ് കഴിഞ്ഞാൽ വേർബിന്റെ ഫസ്റ്റ് ഫോം. അപ്പോൾ ഡസ് ഹി ഹാവ് എനി ക്ലാസ് ടുഡേ? ഇന്ന് അവൻ എന്തെങ്കിലും ക്ലാസ് ഉണ്ടോ? ഇതിന്റെ ഉത്തരം പോസിറ്റീവായിട്ട് കൊടുത്തേ. ഉത്തരം പോസിറ്റീവായിട്ട് കൊടുത്തേ. ഹീൻ്റെ കൂടെ എന്താ വരേണ്ടത്? അതായത് ഡസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഡസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം പോസിറ്റീവ് ആണെങ്കിൽ എന്താ ചെയ്യണ്ടേ? വേർബിൻ്റെ എസ് ഫോമായി യൂസ് ചെയ്യണ്ടേ. ഒന്നുകൂടെ, ഡസ് വെച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരം പോസിറ്റീവ് ആണോ എങ്കിൽ ഉപയോഗിക്കുന്ന വേർബിൻ്റെ എസ് ഫോം, എന്ത് ഫോം? എസ് ഫോം വേണം നമ്മൾ ഉപയോഗിക്കാൻ. ക്ലിയർ ആണ്? അപ്പോൾ ഹാവിൻ്റെ എസ് ഫോം എന്താ? ഹാവിൻ്റെ ഫോം ഹാവ്സ് എന്നല്ലല്ലോ, എന്താ? ഹാസ് എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ഹി ഹാസ് എ ക്ലാസ് ടുഡേ. ക്ലിയർ ആണ്? എസ് ഫോം ആണ്, ഹാവിൻ്റെ എസ് ഫോം ആണ് ഹാസ് കേട്ടോ. ഒന്നുകൂടെ, ഇനി നെഗറ്റീവ് ആണ് എന്താ ചെയ്യുക നമ്മൾ? ഹി എഴുതും. സബ്ജക്റ്റ് അങ്ങനെ തന്നെ, സബ്ജക്റ്റ് മാറുന്നില്ല, പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ തന്നെയാണല്ലോ. അപ്പോൾ നെഗറ്റീവ് ആക്കുമ്പോൾ എന്താക്കണം നമ്മൾ? ഓക്സിലറീനെ എടുത്ത് താഴത്തേക്ക് ഇറക്കിയിടണം. എങ്ങനെയാത്? ഹി ഡസ് അവിടെ എഴുതി. ഇനി അതിനെന്താക്കണം? നെഗറ്റീവ് ആക്കണം. ഡസിൻഡ് അല്ലേ? ഹി ഡസിൻഡ് ഹാവോ ഹാസോ? അത് നിങ്ങൾ തന്നെ പറഞ്ഞേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡു, ഡസ്, ഡിഡ് ഓക്സിലറി വെർബ് ആയിട്ട് അതിൻ്റെ ശേഷം ഒരു വേർബ് വരികയാണെങ്കിൽ വേർബിൻ്റെ ഫസ്റ്റ് ഫോം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് ഫോം അല്ലേ? പൊസഷനെ കാണിക്കുന്ന ഫസ്റ്റ് ഫോം കൂടെ എന്താ? ഹാവ് എന്നുള്ളതാണ് പൊസഷനെ കാണിക്കുന്ന ഫസ്റ്റ് ഫോം. അപ്പോൾ ഹി ഡസിൻഡ് ഹാവ്. ഹാസ് വരൂല, ഹാസ് എസ് ഫോം അല്ലേ? അത് വരൂല, ഫസ്റ്റ് ഫോമേ വരുള്ളൂ. ഹി ഡസിൻറ്റ് ഹാവ് എനി ക്ലാസ് ടുഡേ. അപ്പം 3 ടൈപ്പുമായി. ചോദ്യമായി, പോസിറ്റീവ് സെൻറ്റൻസ് ആയി. അതായത് പോസിറ്റീവ് സെൻറ്റൻസ് നമ്മൾ എഫർമേറ്റീവ് സെൻറ്റൻസ് എന്നൊക്കെ ഇംഗ്ലീഷ് പറയും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നെഗറ്റീവ് സെൻറ്റൻസുമായി. സെറ്റാണ്. അപ്പോൾ ക്ലാസ് ഉണ്ടോ ചോദിച്ചു. ഇനി വേണമെങ്കിൽ അടുത്തൊരു ചോദ്യം, അവൾ പാട്ട് പാടുമെന്നായിക്കോട്ടെ. ഡസ് ഷീ സിങ്സ് ആണോ സിംഗ് ആണോ? ഫസ്റ്റ് ഫോമേ വരാൻ പാടുള്ളൂ. ഡസ് കഴിഞ്ഞിട്ട് വേർബിന്റെ ഫസ്റ്റ് ഫോമേ വരാൻ പാടുള്ളൂ. ഡസ് ഷീ സിംഗ് എന്നേ ചോദിക്കാൻ പാടുള്ളൂ കേട്ടോ ചോദ്യമായി. ഉത്തരം പോസിറ്റീവ് ആണെങ്കിൽ വേർബിന്റെ എസ് ഫോം വേണം നമ്മൾ ഇടാനായിട്ട്. എങ്ങനെയത്? ഷീ സിങ്സ്. നന്നായിട്ട് പാടെങ്കിൽ എന്ത് ചേർക്കാം? ഷീ സിങ്സ് വെല്ലെന്നും വേണം ചേർക്കാം, ഒരു കുഴപ്പമില്ല. ഇനി നെഗറ്റീവ് ആണെങ്കിൽ എന്ത് ചെയ്യണം? ഷീ ഇനി ഓക്സിലറിനെ പുറത്തേക്ക് എടുത്ത് എഴുതുന്നു, ആൻഡ് അതിൻ്റെ കൂടെ നോട്ട് ഇട്ട് കൊടുക്കുന്നു. എങ്ങനെയാത്? ഷീ ഡസിൻ സിങ്. അവൾ പാടില്ല. ക്ലിയർ ആണ് പിള്ളേരെ? മൊത്തം ക്ലിയർ ആണ്. ഇതുവരെയുള്ളത് പക്കാ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. ഡു ഡസ് കംപ്ലീറ്റ് പഠിച്ചിരിക്കുന്നു ഇപ്പോൾ ഓൾറെഡി അല്ലേ? ഓക്കെ, ഡസ് വെച്ചിട്ടുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം പോസിറ്റീവ് ആണെങ്കിൽ വേർബിൻ്റെ എസ് ഫോം എടുത്ത് എഴുതുന്നു എന്നുള്ളതാണ് പ്രത്യേകത. നെഗറ്റീവ് ആണെങ്കിൽ ഡസിൻ്റെ കൂടെ നോട്ട് ഇട്ട് കൊടുക്കുന്നു, പ്ലസ് മെയിൻ വേർബിൻ്റെ ഫസ്റ്റ് ഫോം തന്നെ ഉപയോഗിക്കണ്ടേ കേട്ടോ, ഫസ്റ്റ് ഫോം. ക്ലിയർ ആണ്? ഇനി അടുത്ത കാര്യം നമ്മൾ പഠിക്കേണ്ടത് എന്താ? ഡിഡ് എന്താണെന്നുള്ളതാ. എടാ, ഡിഡ് എന്നുള്ളത് ഡൂവിൻ്റെയും ഡസിൻ്റെയും പാസ്റ്റ് ഫോമാണ്. എന്ത് ഫോം? പാസ്റ്റ് ഫോം. ഇത് കോമൺ ആണ്. ഡസിൻ്റെയും ഡൂവിൻ്റെയും പാസ്റ്റ് ഡിഡ് തന്നെയാണ്. അതായത് ഡസിനും ഡൂവിനും എന്തുണ്ട്? വേർതിരിവുണ്ട്. ഡസ് ഹീ ഷീറ്റിൻ്റെ കൂടെ പോവുള്ളൂ, അല്ലെങ്കിൽ സിംഗുലർ നൗണിൻ്റെ കൂടെ പോവൂ ഡസ്. ഇനി പ്ലൂരൽ നൗണിൻ്റെ കൂടെ പോകുന്ന ആരൊക്കെയാ? പ്ലൂരൽ നൗണിൻ്റെ കൂടെയും ഐ യു ദേവീൻ്റെ കൂടെ പോകുന്നതും ഡു. ഇങ്ങനെ ഒരു വേർതിരിവില്ലേ? അപ്പോൾ ഈ ഡിഡിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വേർതിരിവും ഇല്ല. ഡിഡ് എല്ലാവരുടെ കൂടെയും പോകും. പാസ്റ്റ് ടെൻസ് ആരുടെ കാണിക്കാനും ഡിഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. ക്ലിയർ ആണ്? അത് ഹീ ആയിക്കോട്ടെ, ഷീ ആയിക്കോട്ടെ, ഇറ്റ് ആയിക്കോട്ടെ, ഐ യു ധേ വി, ഇവർ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, ആരുടെ കൂടെ ആര് പോകും? ഡിഡ് പോകും.
ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ചോദിച്ചേ, നിനക്ക് എന്തെങ്കിലും ക്ലാസ് ഉണ്ടായിരുന്നോ? ഡിഡ് യു ഹാവ് എനി ക്ലാസ്? ഇന്ന് തന്നെ, ടുഡേ എന്നായിക്കോട്ടെ. നിനക്ക് ഇന്ന് എന്തെങ്കിലും ക്ലാസ് ഉണ്ടായിരുന്നോ? കണ്ടോ, ഡിഡ് കഴിഞ്ഞിട്ട് ഹാഡ് വരുമോ? ഇല്ല, ഫസ്റ്റ് ഫോമേ വരാൻ പാടുള്ളൂ. ഡു ഡസ് ഡിഡ് കഴിഞ്ഞിട്ട് വരുന്ന വേർബിന്റെ ഫസ്റ്റ് ഫോമേ വരാൻ പാടുള്ളൂ. ക്ലിയർ ആണ്? ശരി. ഡിഡ് യു മീറ്റ്? നീ അവരെ കണ്ടിരുന്നോ? ഡിഡ് യു മീറ്റ് ദം? ഡിഡ് യു മെറ്റ് എന്ന് പറയുമോ? പറയില്ല. മെറ്റ് എന്നുള്ളത് മീറ്റിന്റെ രണ്ടാമത്തെ ഫോമും മൂന്നാമത്തെ ഫോമുമാണ്. അതുകൊണ്ട് അത് രണ്ടും ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് ഫോമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ശരി, അപ്പോൾ ഇത് രണ്ടും ശരി തന്നെ. ക്ലിയർ ആണ്. പലരും തെറ്റിക്കുന്നത് എങ്ങനെയാ? ഡിഡ് യു വെൻഡ് ദേർ എന്നൊക്കെ പറയും പലരും. ഡിഡ് യു വെൻഡ് ദേർ പറയോ? വെൻഡ് എന്നുള്ളത് ഗോ എന്നുള്ള വേർബിന്റെ സെക്കൻഡ് ഫോം അല്ലടാ. അപ്പൊ എന്താ ഇവിടെ പറയാൻ പാടുള്ളൂ? ഡിഡ് യു ഗോ ദേർ? ഡിഡ് യു മീറ്റ് ഹിം എന്നേ ചോദിക്കാൻ പാടുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഡിഡ് എന്നുള്ളത് ഡൂവിൻ്റെയും ഡസിൻ്റെയും പാസ്റ്റ് ടെൻസ് ആണെന്നുള്ളത് മനസ്സിലായി. ആൻഡ് ഡു ഡസ് ഡിഡ് കഴിഞ്ഞാൽ വേർബിന്റെ ഫസ്റ്റ് ഫോമേ വരുള്ളൂ എന്നുള്ളതും മനസ്സിലായി. ക്ലിയർ ആണ്. ഇതുവരെയുള്ളത് സെറ്റാണോടാ? ഓക്കെ, അങ്ങനെയാണ് നമുക്കൊരു കാര്യം ചെയ്താലോ? ഇത്രയും പഠിച്ചു എന്നുള്ളത് ഉറപ്പിക്കാനായിട്ട് നമുക്ക് കുറച്ച് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ഇത്രയും ഞാൻ പഠിപ്പിച്ചതിൻ്റെ ബേസിസിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ശരി, അങ്ങനെയാണ് ആദ്യത്തെ ചോദ്യം നോക്കിയേ. ഡാഷ് ഷീ ഹാവ് എ സിബ്ലിംഗ്? അതൊരു ചോദ്യമാണ്, ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവസാനം. അപ്പോൾ ഇതാരെ കുറിച്ചാണ്? സബ്ജക്റ്റ് ആരാണ് ഇവിടെ? ഷീ ആണ്. എടാ, അവക്ക്, അവന് അല്ലെങ്കിൽ അതിന്, ഹി ഷീ ഇറ്റ്, അതിൻ്റെ കൂടെ ഉണ്ടോ ചെയ്യാറുണ്ടോ ചോദിക്കാൻ വേണ്ടിയിട്ട് എന്താ ചേർക്കേണ്ടത്? ഇപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ. അയ്യോദേവിൻ്റെ കൂടെ ഡു അല്ലേ? അയ്യോദേവി ഡു നമ്മൾ പഠിച്ചതാ. ഹി ഷീറ്റിൻ്റെ കൂടെ ഏതാ വേണ്ടത്? ഡസ് അല്ലേടാ വേണ്ടത്? നമ്മൾ പഠിച്ചൂലേ? അപ്പോൾ ഏതാ? ഡസ് ആണ്. ക്ലിയർ ആണ്? അങ്ങനെയാണ് അടുത്ത് ഡാഷ് യു ലൈക്ക് ക്രിക്കറ്റ്? യു ആണ് ഇവിടുത്തെ സബ്ജക്ട്. യുവിൻ്റെ കാര്യമാണ് പറയുന്നത്. യുവിൻ്റെ കൂടെ എന്താ? അയ്യോദേവിയിൽ പെടുന്ന ഒരാളാണ് യു അല്ലേ? അയ്യോദേവിയിലുണ്ട് ഐ യു, ആ യു അവിടെ ഉണ്ട്. അപ്പൊ അതിൻ്റെ കൂടെ ഏതാ? ഡു ആണ്. ഇനി ഹി ഡാഷ് ലൈക്ക് വാച്ചിങ് TV? ഇവിടെ എന്താ വേണ്ടത്? എടാ, അവന് ഇഷ്ടമാണെന്ന് പറയണമെങ്കിൽ എങ്ങനെയായിരുന്നു? ഹി ലൈക്സ് വാച്ചിങ് എന്ന് പറയണമായിരുന്നു. ഇവിടെ ഹി കഴിഞ്ഞിട്ട് ഒരു ഡാഷും ഉണ്ട്, ലൈക്കും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സെന്റൻസ് നെഗറ്റീവ് അല്ലേടാ? അല്ലേ? നെഗറ്റീവ് ആകുമ്പോൾ എന്താവും? ഹീന്റെ കൂടെ എന്താ വേണ്ടത്? ഡോണ്ട് ആണോ ഡസിൻ്റെ ആണോ? നമുക്കറിയാം, ഹി ഷീറ്റിന്റെ കൂടെ ഡസ് അല്ലേ വരിക? ഡസിന്റെ നെഗറ്റീവ് അല്ലേ വേണ്ടത് നമുക്കിവിടെ? അപ്പോൾ ഇവിടെ എന്താ വരിക? ഡസിൻ്റെ അല്ലേ? ഡോണ്ട് അല്ല, ഡസിൻ്റെ. ഹി ഷീറ്റിന്റെ കൂടെ ഡസ് അല്ലേ ഉപയോഗിക്കേണ്ടത് ചോദ്യത്തില്? അത് ഉത്തരത്തിലേക്ക് വരുമ്പോൾ എന്താവും? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓക്സിലറിനെ എടുത്തെഴുതുന്നു, ഇറക്കി എഴുതുന്നു, പ്ലസ് നോട്ട് ഇട്ട് കൊടുക്കുന്നു അല്ലേ? അങ്ങനെയാണ് ഇവിടെ ഡസിൻ്റെ വന്നത്. ഡസ് ഹി ലൈക്ക് വാച്ചിങ് TV? ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണെന്ത്? സെന്റൻസ് ഫോർമാറ്റിലുള്ള ഉത്തരമാണെന്ത്? ഹി ലൈക്സ് വാച്ചിങ് TV പോസിറ്റീവും, ഹി ഡസിൻ്റ് ലൈക്ക് വാച്ചിങ് TV നെഗറ്റീവായിട്ടുള്ള ഉത്തരവും. അപ്പോൾ ആ നെഗറ്റീവായിട്ടുള്ള ഉത്തരമാണിത്. ക്ലിയർ ആണ്? ഇനി അടുത്തത്, കുട്ടികൾക്ക് കഥ ഇഷ്ടമാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. കുട്ടികൾക്ക് കഥ ഇഷ്ടമാണോ? യെസ്, കഥ കേൾക്കുന്നതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ? കഥ എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനമാണ്. അപ്പം ഇതെങ്ങനെ ചോദ്യമായിട്ട് ചോദിക്കുക? കുട്ടികൾ എന്നുള്ളതില്ലേ സിംഗുലറോ പ്ലൂരലോ? ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ പ്ലൂരൽ അല്ലേടാ? കണ്ട സിംഗുലർ എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു പ്ലൂരൽ ആയിട്ടുള്ള നൗണാണ് ഇംഗ്ലീഷിൽ ഏത്? ചിൽഡ്രൻ എന്നുള്ളത്. ചൈൽഡ് എന്ന് പറയുന്ന സിംഗുലർ ആയിട്ടുള്ള കൗണ്ടബിൾ നൗണിന്റെ പ്ലൂരൽ ഫോമാണ് ചിൽഡ്രൻ. ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടി, ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ. അപ്പൊ കുട്ടികൾക്ക് എന്നുള്ളത് പ്ലൂരൽ ആയിട്ടുള്ള നൗൺ അല്ലേ അത്? അതിന്റെ കൂടെ ഡുവോ ഡസ് വരിക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അയ്യോദേവിയിലൂടെയും പ്ലൂരൽ ആയിട്ടുള്ള നൗണിന്റെ കൂടെയും ഡു തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? ഡു ചിൽഡ്രൻ. ഡസ് ചിൽഡ്രൻ അല്ല, ഡു ചിൽഡ്രൻ ആ വരാം. ഇനി അടുത്തത് വരുന്ന ടോം ആൻഡ് ഡേവിഡ്. ഇത് ഒരാളോ രണ്ടാളോ? വീണ്ടും രണ്ട് പേരുണ്ട്. അപ്പൊ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്ലൂരൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ടുള്ള കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, പ്ലൂരൽ നൗൺസ് ഉണ്ട് അവിടെ. അപ്പൊ എന്താ വേണ്ട ഇവിടെ? വീണ്ടും പ്ലൂരൽ നൗൺസിന്റെ കൂടെ ഡു ടോം ആൻഡ് ഡേവിഡ് യൂഷ്വലി പ്ലേ ബാഡ്മിന്റൺ ടുഗദർ? അവർ പതിവായിട്ട് ഒരുമിച്ച് ബാഡ്മിന്റൺ കളിക്കാറുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ ഡു ആണ് കേട്ടോ, ഡസ് അല്ല. ഇനി ഇവിടെ നോക്ക്, യെസ്റ്റർഡേ എന്നുള്ളൊരു കീവേഡ് കണ്ടാൽ തന്നെ നിങ്ങൾ പിടിക്കണത് ഇത് കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പൊ പാസ്റ്റ് എന്താ? ഡൂവിന്റെയും ഡസിന്റെയും കോമൺ ആയിട്ടുള്ള പാസ്റ്റ് ആരാടാ? യെസ്, അത് ഡിഡ് ആണ്. സംഗതി സെറ്റ്. അവിടെ യാതൊരു വേർതിരിവും ഇല്ല. ഡിഡ് എല്ലാവരുടെയും കൂടെ പോകുന്ന ആളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചു. അതായത് ഡു ആരുടെ കൂടെയൊക്കെയാ? ഐ യു ദേ വി അല്ലെങ്കിൽ പ്ലൂരൽ ആയിട്ടുള്ള നൗൺസിന്റെ കൂടെ. ഡസ് ആരുടെ കൂടെയൊക്കെയാ? ഹി ഷീ ഇറ്റ് അല്ലെങ്കിൽ ഏതൊരു സിംഗുലർ ആയിട്ടുള്ള നെയിംസിന്റെ കൂടെ, നൗൺസിന്റെ കൂടെയും.
ക്ലിയർ ആണേ? പഠിച്ചു. ഡു, ഡസ്, ഡിഡ് കഴിഞ്ഞാൽ വേർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുന്നത് എന്നും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. സംഗതി സെറ്റല്ലേ? കാര്യം സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയില്ല ഇന്നത്തെ ക്ലാസ്സോട് കൂടി. യെസ്. അപ്പൊ എന്താ, മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണുന്നത് വരേക്കും തൽക്കാലത്തേക്ക് വിട പറയാണ്. ബൈ.